നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ മാസങ്ങളൊക്കെ ആയി വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നിലവിൽ വിസ സ്റ്റാമ്പിങ്ങുകൾ കുറവാണ്. നിലവിൽ വിസ സ്റ്റാമ്പിങ്ങുകൾ ഉണ്ടായിരുന്നു, 10-11 സ്റ്റാമ്പിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളല്ലാത്ത ഏജൻസിയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അന്നേരം അവർക്ക് വിസ കിട്ടാത്തവരും കിട്ടിയവരും ഒക്കെ ഉണ്ടായിട്ട് അതിനിപ്പം എല്ലാവർക്കും മൊത്തത്തിലൊരു വിഷമാവസ്ഥയാണ്. അത് കാരണം പിന്നെ വീഡിയോകളൊന്നും ചെയ്യാൻ നിന്നില്ല. അതിനുശേഷമാണ് നമുക്കിപ്പം ലക്കി ഡ്രോ സിസ്റ്റം വന്നു. ലക്കി ഡ്രോ സിസ്റ്റത്തിൽ, കോൺസ്റ്റേറ്റിൻ്റെ ലക്കി ഡ്രോ സിസ്റ്റത്തിൽ നമുക്കൊരു ഓൾമോസ്റ്റ് 7 അടുപ്പിച്ച് നമ്പേഴ്സ് അപ്പോയിൻമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൽ നമുക്ക് ഓഗസ്റ്റ് 6, 5, 9 ആ 3 തീയതികളിൽ നമുക്ക് 3 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണത്തിലും വിസ ലഭിച്ചു. 3 എണ്ണത്തിൽ വിസ ലഭിച്ചതിൽ 3 പേര് ലക്കി ഡ്രോ സിസ്റ്റം ആയിരുന്നു. ലക്കി ഡ്രോ സിസ്റ്റം വഴിയാണ് വിസ ലഭിച്ചത്. അന്നേരം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് സുകേഷിന് ആദ്യം ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ വിസ ലഭിച്ചില്ല. സുകേഷിന് രണ്ടാമത് ലക്കി ഡ്രോ വഴിയിട്ട് വിസ ലഭിച്ചു. മൾട്ടി വിസ 365 ഡേയ്സിൻ്റെ വിസയാണ് ലഭിച്ചിരിക്കുന്നത്. വേറെ 2 പേരും കൂടെ ഉണ്ട്. ഓൾറെഡി സാബുവും നാസർ അവർ സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. അന്നേരം ഈ ലക്കി ഡ്രോ സിസ്റ്റം വന്നതിന് ശേഷമുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്കി ഡ്രോ കുറച്ചും കൂടെ കൺവീൻസ് ആയിട്ടുള്ള സിസ്റ്റമാണ്. സ്ലോട്ടും കൂടെ കുറച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് എന്തായാലും കിട്ടും. ചിലപ്പോൾ സുകേഷിനെയും കൂടെ വന്നു വെച്ചാൽ സുകേഷ് ലക്കി ഡ്രോ സിസ്റ്റത്തിലൂടെ കിട്ടിയതാണ്. അന്നേരം സുകേഷിൻ്റെ എക്സ്പീരിയൻസ് സുകേഷ് എന്തൊക്കെയാലും ഒന്ന് നിങ്ങളോട് വിവരിക്കും. നമസ്കാരം, എൻ്റെ പേര് സുകേഷ് എന്നാണ്. ഞാൻ സജീവൻ്റെ വഴി ഈ ഇതിലേക്ക് വന്നതാണ്. അപ്പം ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ എനിക്ക് വിസ കിട്ടിയിട്ടില്ല, എനിക്ക് റിജക്ഷനാണ് വന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ലക്കി ഡ്രോയിൽ കൊടുത്തതും. ഫസ്റ്റ് എൻ്റെ പേര് വരുന്നത് അതിൽ 6-ാം തീയതി ആയിരുന്നു എൻ്റെ സബ്മിഷൻ. എനിക്ക് ഹൈദരാബാദാണ് കിട്ടിയത്. ഞാൻ ഹൈദരാബാദിൽ പോയി, കുഴപ്പമില്ലായിരുന്നു. അവിടെ സബ്മിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈദരാബാദ് VFS എന്നൊരു കോൾ വന്നു. ഹൈദരാബാദിൽ വന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾക്ക് നിയർ ബൈ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ബാംഗ്ലൂരിൽ എനിക്ക് 12-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ പോയി. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് നിൻ്റെ പർപ്പസിന് പോകുന്നതാണ്, കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചു. നമ്മൾ അതിനെല്ലാം വ്യക്തമായ കാര്യങ്ങളും മറുപടി കൊടുത്തു. അതിനുശേഷം ഞാൻ തിരിച്ചു പോയിരുന്നു. പിന്നെ ഈ മാസം 23-ാം തീയതിയാണ് എനിക്ക് പാസ്പോർട്ട് കൈ കിട്ടുന്നത്. അപ്പോൾ അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരുന്നു. കുഴപ്പമില്ല, ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വിസ എല്ലാവർക്കും അടിക്കുകയും നല്ല ഇതായിട്ട് ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സുകേഷിൻ്റെ വിസ ഉണ്ട്. സുകേഷ് ഓൾറെഡി പാസ്പോർട്ട് എടുത്തില്ല. നമ്മൾ സുകേഷിന് നൽകിയ വിസയാണ്, സുകേഷ് സ്റ്റാമ്പ് ചെയ്ത വിസയാണ്. പിന്നീടുള്ളത് സാബു, നാസർ, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഡ്രോ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. അന്നേരം ഇത് കുറച്ചും കൂടെ ലിബറലായിട്ടുള്ള സാബുവിൻ്റെ വിഷയമാണ്, ലിബറലായിട്ടുള്ള രീതിയാണ്. അന്നേരം കുറച്ചും കൂടെ സ്ലോട്ട്സൊക്കെ കൂടി കഴിഞ്ഞാൽ എന്തൊക്കെയാലും എല്ലാവർക്കും കിട്ടും. ഒരു 99% തന്നെ വിസ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് നാസിൻ്റെ വിസയാണ്. അന്നേരം എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു 99% വിസ ഓൾറെഡി കമ്പനിയൊക്കെ മെയിൽ പോകുന്നുണ്ട്, എൻക്വയറി ഉണ്ട്. ഇതുകൊണ്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂനായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള ഗുണം. വിസ കൊടുക്കുന്നത്. അന്നേരം ഓൾറെഡി മെയിൽ പോയിട്ടുണ്ട്, മെയിൽ റിപ്ലൈ കമ്പനി കൊടുക്കുന്നുണ്ട്, പിന്നെ ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അന്നേരം ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എന്തായാലും വിസ ലഭിക്കും. എല്ലാവർക്കും പ്രതീക്ഷയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, പല ഏജൻസികളിലും അവിടെയൊക്കെ ആയിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്ലോട്ട്സ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നിലവിൽ സ്ലോട്ട്സുകളൊന്നും അങ്ങനെ കോൺസ്റ്റേറ്റ് വഴി കിട്ടുന്നില്ല. അന്നേരം അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. അതിന് അത്ര ജെന്യൂനായിട്ടുള്ള നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് പേര് ഒരുപാടും ഒരുപാട്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നല്ല, ഒരുപാട് തെറ്റായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ബേസ് ആയിട്ട് എന്നുവെച്ചാൽ 6 മാസം നിയമം മാറി, ഇനി അവിടെ പുതിയ നിയമങ്ങളാണ്. അങ്ങനെ ഒരു നിയമങ്ങളില്ല. ഒരുപാട് ജോലി സാധ്യതയുണ്ട്, കംപ്ലീറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ട്രെയിലർ ആയാലും വെയർഹൗസ് ആയാലും വെൽഡർ ആയാലും ഒരുപാട് സാധ്യത പോളണ്ടിലുണ്ട്. അന്നേരം ഇനിയിപ്പോൾ അവരത് വളരെ ചെക്ക് ചെയ്ത് വളരെ എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷമേ വിസ അനുവദിക്കത്തുള്ളൂ.
ഇപ്പോൾ സ്റ്റുഡൻസ് ആയാൽ പോലും തന്നെ യൂണിവേഴ്സിറ്റി മെയിലുകളും നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി എവിടെയാണ്, ഏത് കോഴ്സാണ് ചെയ്തത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് മുമ്പ് സ്റ്റുഡൻസ് വിസയിൽ പോയി ജോലി ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാ പരിപാടികളും നിൽക്കും. ഇനി ജെന്യൂനായിട്ടുള്ള ടീമിന് സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് 100% വിസ കിട്ടും. അന്നേരം എല്ലാവർക്കും വിസ ലഭിക്കട്ടെ, എല്ലാവർക്കും നറുക്കിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിസ ലഭിക്കട്ടെ എന്ന്. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രെയിലർ ഡ്രൈവറായിട്ട് പോളണ്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഏത് വർഷത്തെ ആയാലും വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഹെവി ലൈസൻസ്, ലേറ്റസ്റ്റ് ലൈസൻസ് ആയാലും വണ്ടി ഓടിച്ചുള്ള പരിചയം വേണം. നമുക്ക് പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് പെർമിറ്റ്സ് അറൗണ്ട് ഒരു 3 to 4 months കിട്ടും. പിന്നെ VFS കൗൺസിലേറ്റ് വഴിയാണ്. കൗൺസിലേറ്റിൽ ട്രോ സിസ്റ്റമാണ്. പെർമിറ്റ്സ് കിട്ടിയ ശേഷം പെർമിറ്റ്സ് നമ്പർ അഗനിസ്റ്റാണ് നമ്മൾ ട്രോ സിസ്റ്റത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നേരം അതിന് ചിലപ്പോൾ താമസം എടുക്കാം. ഇനി തുടർന്ന് പെർമിറ്റ്സ് വരുന്ന സമയങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതില്ല. അങ്ങനെ സാവകാശം നിന്ന് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ചൂടെ ചേർക്കുന്നു. നാട്ടിലെ നമ്പർ, പോളണ്ട് നമ്പർ വാട്സപ്പിലും കിട്ടും. അങ്ങനെ താല്പര്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടാം. ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വരാം. ഇന്ത്യൻ വാലിഡ് ലൈസൻസ് ഏത് വർഷത്തെ ലൈസൻസ് ആയാലും വാലിഡ് ആയിരിക്കണം. വണ്ടി ഓടിച്ചുള്ള പരിചയം വേണം. 2000 ലേറ്റസ്റ്റ് ലൈസൻസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. 2009 ശേഷമുള്ളവർക്ക് കോഡ് 95 ക്ലാസ് ഉണ്ടാവും. 21 ദിവസം ക്ലാസ് കമ്പൽസറി ഉണ്ടാവും. എക്സാം ഉണ്ടാവും. ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അങ്ങനെ ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. 2009 താഴേക്കുള്ളവർക്ക് നമ്മുടെ കമ്പനികളിൽ തന്നെ ഒരു 4-5 ദിവസത്തെ ക്ലാസ്സും ട്രെയിനിങ് ഉണ്ടാവും. അവർക്ക് എക്സാമോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അന്നേരം ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുമ്പോൾ പറയാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പേര് മുഹമ്മദ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം തോന്നയ്ക്കൽ എന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ വന്നിട്ട് 5 മാസമായി. എൽമെക്സ് ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ പോളണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് നല്ലൊരു കമ്പനിയിലാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാൻ വന്നത് യൂറോപ്പ് ഡ്രീമിങ്സ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള സജീവേട്ടൻ്റെ കെയർ ഓഫിലാണ്. ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടി വയനാട്ടിലുള്ള ജിതിൻ സൈമൺ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ട്. പുള്ളി എല്ലാം നല്ല സപ്പോർട്ടാണ്. പുള്ളിയാണ് നമുക്ക് ട്രെയിനിങ് എല്ലാം തരുന്നത്. 1 മാസം നമ്മളെ വേറൊരു ഡ്രൈവറോടെ വിട്ടിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് പുള്ളി വേറെ വണ്ടി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് പുള്ളി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രക്കിംഗ് ഫീൽഡിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് സജീവേട്ടനുമായിട്ട് സംസാരിച്ച് താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇതാണ് നമ്മളെ കമ്പനി പാർക്കിങ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വരാവുന്നതാണ്. പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അമൽരാജ്. ഞാൻ കൊല്ലത്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളെ കമ്പനി പാർക്കിങ്ങിലാണ്. ഞാനിവിടെ വന്നത് ട്രക്ക് ഡ്രൈവറായിട്ടാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് എൽമെക്സ് എന്നാണ്. എൻ്റെ ലൈസൻസ് 2009 ശേഷമുള്ള ലൈസൻസ് ആയതുകൊണ്ട് എനിക്ക് കോഡ് 95 എൻ്റെ 1 month കോഴ്സ് ഉണ്ടായിരുന്നു. ക്ലാസ് എല്ലാം നല്ല വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇംഗ്ലീഷിലാണ് ക്ലാസ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു എക്സാം വരും. എക്സാം പാസ്സായതിനു ശേഷമാണ് നമുക്ക് ബാക്കി പേപ്പേഴ്സ് നമ്മളെ കമ്പനിയിൽ മൂവ് ചെയ്യുന്നത്. എക്സാം പാസ്സായതിനു ശേഷം നമുക്ക് പെസൽ നമ്പർ എടുക്കും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട്, അതിനുശേഷമാണ് നമുക്ക് ടാക്കോ കാർഡ്, റെഡ് പേപ്പർ ഇതെല്ലാം ശരിയാക്കി തരുന്നത്. പേപ്പേഴ്സ് വർക്കെല്ലാം ശരിയാക്കി തരുന്നത് വയനാട്ടിലെ ജിതിൻ സൈമൺ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളിക്കാരനാണ് നമ്മൾ ഓൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നല്ല സപ്പോർട്ടാണ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നല്ല സഹകരണമാണ്. ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് പുള്ളി കാണുന്നത്. നല്ലൊരു സപ്പോർട്ടാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയതിനു ശേഷം നമുക്ക് 1 month ട്രെയിനിങ്ങിന് നമ്മൾ വിടുന്നതായിരിക്കും. അത് വിടുന്നത് തന്നെ നല്ലൊരു പുള്ളിക്കാരൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ വിടുന്നത്. പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. റിവേഴ്സ് ആയാലും നമ്മളൊരു കമ്പനി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് കണക്ക് തന്നെ ട്രെയിലർ എങ്ങനെയാണ് നമുക്ക് കർട്ടൻ അടിക്കുന്നതും ലോഡ് ചെയ്യുന്നതും ബെൽറ്റ് അടിക്കുന്നതും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ ട്രെയിനിങ് പീരീഡ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വണ്ടിയിൽ വിടുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ജിതിൻ ചേട്ടൻ നമുക്ക് കോഡ് 95 ക്ലാസ് കൂടാതെ തന്നെ നമുക്ക് പ്രത്യേക വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് പ്രത്യേകം ക്ലാസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ബാക്കി കാര്യങ്ങൾ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും എല്ലാം നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. നല്ല സപ്പോർട്ടാണ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെപ്പോലെ ഇവിടെ ട്രക്ക് ഡ്രൈവറുടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂറോപ്പ് ഡ്രീമിങ്സ് വിങ്സിലെ സജീൻ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഏവർക്കും സ്വാഗതം.